നമസ്കാരം. ഹെഡ് മസാജിന്റെ നടപടിക്രമത്തെക്കുറിച്ചുള്ള സെഷനിലേക്ക് സ്വാഗതം. ഈ സെഷന്റെ ലക്ഷ്യങ്ങൾ നോക്കാം. ഈ സെഷന്റെ അവസാനം നിങ്ങൾക്ക് ഇവ ചെയ്യാനാകും. ട്രോളി ക്രമീകരിച്ച് ക്ലയൻറ്റിനെ ഹെഡ് മസാജിനായി തയ്യാറാക്കുക. ക്ലാപ്സും ഹെയർ കണ്ടീഷനും തിരിച്ചറിയുക. ക്ലാപ്സിലെ കൃത്രിമത്വങ്ങൾ പരിശീലിക്കുക. ഹെഡ് മസാജ് ചെയ്യുമ്പോൾ വ്യത്യസ്ത ഇലക്ട്രിക്കൽ ഗാഡ്ജറ്റ്സുകളുടെ ഉപയോഗം. ഹെഡ് മസാജിന് ആവശ്യമായ ടൂൾസ്, എക്യുപ്മെൻറ്റ്സ്, മെഷീൻസ് ഇവയാണ്: ഗ്ലാസ് ബൗൾ, ടെയിൽ കോംബ്, കട്ടിംഗ് ഷീറ്റ്, ടവൽ, സ്കാൽപ്പ് സ്റ്റീമർ, കോട്ടൺ ആവശ്യത്തിന്, കോക്കനട്ട് ഓയിൽ ആവശ്യത്തിന്, ഒലിവ് ഓയിൽ ആവശ്യത്തിന്. ഹെഡ്, സ്കാൽപ്പ്, നെക്ക്, ഷോൾഡേഴ്സ് എന്നിവയിൽ മാനുവൽ പ്രഷറും വിവിധ മസാജ് മൂവ്മെൻറ്റ്സും ഉൾപ്പെടുന്ന ഒരു തെറാപ്പറ്റിക് ടെക്നിക്കാണ് ഹെഡ് മസാജ്. അതുകൊണ്ട് ഫലപ്രദമായ ഹെഡ് മസാജ് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. മസാജ് ആരംഭിക്കുന്നതിന് മുമ്പ് ആവശ്യമായ ടൂൾസും മെറ്റീരിയൽസും ഉപയോഗിച്ച് ട്രോളി തയ്യാറാക്കുക. ക്ലീൻ ഹാൻഡ്സ്, നെയിൽസ് എന്നിങ്ങനെയുള്ള പേഴ്സണൽ ഹൈജീൻ്റെ ഉയർന്ന നിലവാരം പുലർത്തുക. സുഖപ്രദമായ അനുഭവം ഉറപ്പാക്കാൻ ഡിയോഡ്രൻറ്റ് ഉപയോഗിക്കുക. കൂടാതെ ബാഡ് ബ്രെത്ത് തടയാൻ ഓറൽ ഹൈജീനിൽ ശ്രദ്ധിക്കുക. ഉപയോഗത്തിന് മുമ്പും ശേഷവും ടവൽസും എക്യുപ്മെൻറ്റ്സും സ്റ്റെറിലൈസ് ചെയ്യുക. ഇനി ഹെഡ് മസാജ് ചെയ്യുന്നതിനായി ഓർമ്മിക്കേണ്ട ചില ബേസിക് ടിപ്സ് നോക്കാം. ആദ്യം ക്ലയൻറ്റിനെ തയ്യാറാക്കുക. ഹെയർ വാഷ് കൊടുക്കുകയാണെങ്കിൽ അവരെ ഒരു ചെയറിൽ സുഖകരമായി ഇരുത്തുകയോ സലൂൺ ബേസിനിൽ പൊസിഷൻ ചെയ്യുകയോ ചെയ്യുക. അടുത്തതായി നേക്കഡ് ആയിക്കൊണ്ട് ക്ലയൻറ്റിൻ്റെ ഹെയറിൻ്റെയും സ്കാൽപ്സിൻ്റെയും അവസ്ഥ പരിശോധിക്കുക. ഇനി മുടി 4 സെക്ഷൻസായി വിഭജിക്കുക. സെക്ഷൻസ് ഉണ്ടാക്കാൻ ഒരു ടെയിൽ കോംബ് ഉപയോഗിച്ച് മുടിയെ 1 ഇഞ്ച് സെക്ഷൻസായി വിഭജിച്ച് മുടിയുടെ ഒരു സെക്ഷൻ കോട്ടൺ വൂൾ ഉപയോഗിച്ച് വാം ഓയിൽ പുരട്ടുക. ഏകദേശം 2-3 മിനിറ്റ് നേരം നേപ്പ് മുതൽ മുടിയിഴ വരെ ഇഫ്ലൂറേജ് മസാജ് ചെയ്യുക. നേരിയ മർദ്ദം പ്രയോഗിക്കാനും സർക്കുലർ മോഷൻസിൽ നീങ്ങാനും നിങ്ങളുടെ ഫിംഗർ ടിപ്സും പാംസും ഉപയോഗിക്കുക. ഇതിനുശേഷം സർക്കുലേറ്ററി മൂവ്മെൻറ്റ് ഏകദേശം 3 മിനിറ്റോളം സ്കാൽപ്സിൽ പിന്തുടരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. നിങ്ങളുടെ വിരലുകൾക്കിടയിൽ ട്വിസ്റ്റഡ് ഹെയറിൻ്റെ ഒരു സ്മോൾ ബഞ്ച് എടുത്ത് പതുക്കെ വലിക്കുക. സ്കാൽപ്സിൽ ഉടനീളം മൃദുവായ കപ്പിംഗ് ചലനങ്ങൾ ഉപയോഗിച്ച് ഇത് പിന്തുടരുക. ഈ ഘട്ടത്തിൽ വീണ്ടും 1-2 മിനിറ്റ് സർക്കുലേറ്ററി മസാജ് ആവർത്തിക്കുക. വീണ്ടും എഫ്ലൂറേജ് മസാജ് സ്ട്രോക്സ് ഉപയോഗിച്ച് മസാജ് പൂർത്തിയാക്കുക. ഹെഡിൻ്റെ ടോപ്പിൽ ഹെയർ ടൈ ചെയ്ത് നെക്ക്, ഷോൾഡർ, ബാക്ക് എന്നിവിടങ്ങളിൽ മസാജ് ചെയ്യാൻ തുടങ്ങുക. ക്ലയൻറ്റിൻ്റെ നെക്കിലും ബാക്കിലും മൃദുവായ ഹാക്കിംഗ് മസാജും സ്നീക്കിംഗ് ചലനവും നടത്താം. അതിനുശേഷം 5 മുതൽ 10 മിനിറ്റ് വരെ സ്കാൽപ്പ് സ്റ്റീം ചെയ്യുക. അവരുടെ ഷോൾഡേഴ്സിൽ കൈകൾ ചെറുതായി വെച്ചുകൊണ്ട് ഇരിക്കുന്ന പൊസിഷനിൽ ക്ലയൻറ്റിന് കംഫർട്ട് ഉറപ്പാക്കുക. അതിനുശേഷം ഷോൾഡേഴ്സിൽ മസാജിങ് ചെയ്യാൻ തുടങ്ങുക. അപ്പർ ബാക്ക്, ഷോൾഡേഴ്സ്, ആംസ്, നെക്ക് എന്നിവ മസാജ് ചെയ്ത് ഫാറ്റിഗയ്ക്കും ടെൻഷൻസും ഇല്ലാതാക്കാൻ ആരംഭിക്കുക. കഴുത്തിന് അടുത്തുനിന്ന് ആരംഭിക്കുന്ന ട്രാപ്പസീയം മസിൽ സൗമ്യമായി സ്ക്വീസ് ചെയ്യുക. ഷോൾഡറിലൂടെ പുറത്തേക്ക് നീങ്ങുക.
ഓരോ പാസിലും സമ്മർദ്ദം വർദ്ധിപ്പിക്കാൻ അനുവദിച്ചുകൊണ്ട് ഇത് 3 തവണ ആവർത്തിക്കുക. സ്പൈനിന് നേരെ പ്രവർത്തിച്ചുകൊണ്ട് തംസ് നീട്ടി നെക്കിനോട് ചേർത്ത് കൈകൾ തിരികെ കൊണ്ടുവരിക. കോളർ ലൈനിന് തൊട്ട് താഴെയായി ബാക്ക് ബോണിൻ്റെ ഇരുവശത്തും തംസ് ഉപയോഗിച്ച് ചെറിയ സർക്കിൾസ് ഉണ്ടാക്കുക. ഫോർ ആംസ് നെക്കിൻ്റെ വശങ്ങളിൽ വെച്ചുകൊണ്ട് ഷോൾഡറിൻ്റെ ടോപ്പ് ഭാഗത്ത് മസാജ് ചെയ്യുകയും റിസ്റ്റിൽ കറക്കി ഷോൾഡറിലേക്ക് പുറത്തേക്ക് ചുരുട്ടുകയും ചെയ്യുക. കറക്കിയതിനു ശേഷം നിങ്ങളുടെ ഫോർ ആംസ് ഉയർത്തി കഴുത്തിൽ നിന്ന് കുറച്ച് ഇഞ്ച് അകലെ നീക്കി ആവർത്തിക്കുക. നിങ്ങൾ തോളിലെത്തുമ്പോൾ സെൻറ്ററിലേക്ക് തിരികെ വന്ന് ഈ പ്രക്രിയ 2 തവണ കൂടി ആവർത്തിക്കുക. സ്കള്ളിൻ്റെ അടിഭാഗം വരെ പ്രവർത്തിക്കുക. കഴുത്തിൻ്റെ പിൻഭാഗം ഹെയർ ലൈനിലേക്ക് സർക്കിൾ അപ്പ് ചെയ്യുക. കൈകൾ താഴ്ത്തി 2 തവണ കൂടി ആവർത്തിക്കുക. നെക്ക് മസാജ് ചെയ്യുക. നിങ്ങളുടെ ക്ലയൻറ്റിൻ്റെ ഒരു വശത്തേക്ക് ചുവട് വയ്ക്കുക. ഒരു കൈ ക്ലയൻറ്റിൻ്റെ നെക്കിൻ്റെ അടിയിൽ വയ്ക്കുക. നിങ്ങളുടെ മുൻകൈ അവരുടെ ഫോർഹെഡിൽ മൃദുവായി അവരുടെ തല മുന്നോട്ട് വീഴാതിരിക്കാൻ വയ്ക്കുക. പിൻ കൈകൊണ്ട് നിങ്ങളുടെ തമ്പ് തുറന്ന് നിങ്ങളുടെ കൈ കഴുത്തിൻ്റെ പിൻഭാഗത്ത് മുകളിലേക്ക് നീക്കുക. വെർട്ടിബയിൽ നേരിട്ട് സമ്മർദ്ദം ചെലുത്തരുത്. നിങ്ങൾ പുതിയ ഹെയർ ലൈനിൽ എത്തിക്കഴിഞ്ഞാൽ ഹെഡിൻ്റെ പിൻഭാഗത്ത് നേരിയ മർദ്ദത്തോടെ 1 നിമിഷം അവിടെ തുടരുക. നിങ്ങളുടെ പിൻകൈ താഴ്ത്തി കഴുത്തിൻ്റെ അടിയിൽ നിന്ന് ആവർത്തിക്കുക. വളരെയധികം പിരിമുറുക്കമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മുകളിലേക്കുള്ള സ്ട്രോക്കിലേക്ക് നിങ്ങൾക്ക് കുറച്ച് സർക്കിളിംഗ് ചേർക്കാനും കഴിയും. ഇത് ഏകദേശം 5 തവണ ആവർത്തിക്കുക. നിങ്ങളുടെ പിൻകൈ അവസാനമായി ഹെയർ ലൈനിലെത്തുമ്പോൾ അത് അവിടെ നിൽക്കട്ടെ. സ്ട്രെയിനോ പ്രയത്നമോ കൂടാതെ കൈ മുന്നോട്ട് ചരിക്കാൻ സാവധാനം അനുവദിക്കുക. ക്ലയൻറ്റിൻ്റെ ഹെയർ ലൈനിൽ നിങ്ങളുടെ കൈ വയ്ക്കുക. കൈ പിന്നിലേക്ക് ചലിപ്പിക്കുക. മൃദുവായി ഹെഡ് വെർട്ടിക്കലായി ഉയർത്തുക. അതിനെ അതിൻ്റേതായ റേഞ്ച് ഓഫ് മോഷനിൽ ചലിപ്പിക്കാൻ അനുവദിക്കുക. 3 തവണ മുന്നോട്ടും പിന്നോട്ടും ആവർത്തിക്കുക. തുടർന്ന് നിങ്ങളുടെ വിരലുകൾ മുകളിലേക്ക് ചൂണ്ടിക്കൊണ്ട് നിങ്ങളുടെ കൈകൾ വശങ്ങളിലേക്ക് കൊണ്ടുവരിക. നേരിയ പ്രഷർ പ്രയോഗിച്ച് കൈകളുടെ ഹീൽ സ്കാൽപ്സിലും വിരൽത്തുമ്പിലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. തുടർന്ന് സ്ഥിരതയ്ക്കായി ഒരു കൈ നെറ്റിയിൽ കൊണ്ടുവന്ന് സ്കാൽപ്സിൽ തടവുക. അതേസമയം മറ്റേ കൈയുടെ ഹീൽ തലയുടെ പിൻഭാഗത്ത് കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ പിൻകൈ റിഗോറസ്ലി മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ചുകൊണ്ട് സ്കാൽപ്സിൽ തടവാൻ തുടങ്ങുക. ഒരു കൈ ഫോർഹെഡിലും മറ്റേ കൈ തലയുടെ പിൻഭാഗത്തും തടവി സ്കാൽപ്സിൽ മസാജ് ചെയ്യുക. വിരൽ തുമ്പുകൊണ്ട് 1 മിനിറ്റ് എൻറ്റയർ സ്കാൽപ്സിൽ തടവുക. ഫോർഹെഡിൽ നിന്ന് പിന്നിലേക്ക് ക്ലയൻറ്റ് മുടിയിലൂടെ നിങ്ങളുടെ വിരലുകൾ മൃദുവായി സ്ട്രോക്ക് ചെയ്യുക. തുടർന്ന് നെറ്റിയിൽ വിരലുകൾ വയ്ക്കുക. അവയെ ഓരോ ക്ഷേത്രങ്ങളിലേക്കും നെറ്റിയുടെ വരയിലൂടെ താഴേക്ക് വരച്ച് സ്മോൾ സർക്കിൾസ് ഉണ്ടാക്കുക. ഇത് 3 തവണ ആവർത്തിക്കുക. ഒരു റബ്ബർ സ്കാൽപ്പ് മസാജർ ഉപയോഗിച്ച് സ്കാൽപ്സിൽ ദോഷം വരുത്താതെ മസാജ് ചെയ്യുക. ഫോർഹെഡിൽ നിന്ന് തലയുടെ പിൻഭാഗത്തേക്ക് മൃദുവായ സ്ട്രോക്സ് ഉപയോഗിച്ച് പൂർത്തിയാക്കുക. നിങ്ങളുടെ കൈകൾ പതുക്കെ ഉയർത്തുന്നതുവരെ 1 മിനിറ്റോളം സമ്മർദ്ദം ക്രമേണ കുറയ്ക്കുക. ചർച്ച ചെയ്ത പ്രധാന പോയിന്റുകൾ നമുക്ക് പുനർവിചിന്തനം ചെയ്യാം. ഹെഡ് മസാജിന് ആവശ്യമായ എല്ലാ ടൂൾസും മെറ്റീരിയൽസും ഉപയോഗിച്ച് ട്രാലി ക്രമീകരിക്കുക. ക്ലയൻസിന്റെ സ്കാൽപ്പും മുടിയുടെ കണ്ടീഷനും പരിശോധിക്കുക. ഡബിൾ ബോയിലർ മെത്തേഡ് ഉപയോഗിച്ച് ഓയിൽ ഹീറ്റ് ചെയ്ത് പ്രയോഗിക്കുന്നതിന് മുമ്പ് ഓയിലിന്റെ ടെമ്പറേച്ചർ പരിശോധിക്കുക. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊന്നിലേക്ക് മസാജ് സ്ട്രോക്സ് പിന്തുടരുക.
ഇതോടെ ഈ സെഷന്റെ അവസാനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഹെഡ് മസാജ് ചെയ്യുന്ന പ്രൊസീജിയറിനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണ ലഭിച്ചിരിക്കുമെന്ന് കരുതുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ സെഷനിൽ കാണാം.